നമ്മുടെ ഫ്രോഗ് കണ്ടോ, ഇതിനകത്തൂടെ ഫിഷ് ഓൺ നല്ല രീതിയിൽ അകത്തോട്ട് ഫിഷ് ഓൺ ഫിഷ് ഓൺ ഫിഷ് ഓൺ. അപ്പോൾ മച്ചാൻ വരെ വൈകുന്നേരത്തെ ഒരു ഫിഷിങ്ങിന് വേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന 1-2 സ്പോട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സമയം ഇങ്ങോട്ട് 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. വെള്ളമൊക്കെ നല്ല രീതിയിൽ കണ്ടത്തിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടവും അപ്പുറത്തെ സൈഡ് ചാലൊക്കെ ഉണ്ട്. നമുക്ക് ഈ കണ്ടങ്ങളിലൊന്ന് അടിച്ച് നോക്കാം, ഒന്നുമില്ലെങ്കിൽ ചാലിലോട്ട് നോക്കാം. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് നേരെ ഫിഷിങ്ങിലോട്ട് കിടക്കാം. ഫിഷ് ഓൺ. ചെറുമീനാണ് അടിച്ചിരിക്കുന്നത്. വലിയ സൈസല്ല, വലിയ സൈസല്ല. വലിയ സൈസല്ല കേട്ടോ, ചെറുതാ. ചെറുതില്ല, പൊത്തില്ല ചെറുതാ. എൻ്റെ പ്ലെയർ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ മീനടിക്കേണ്ട സമയമായി. ഇഷ്ടം പറയണം കിടപ്പുണ്ട് അല്ലേ? നിങ്ങളതിൻ്റെ വായ്പിടി പൊത്തില്ല. ഇത് വൈകിട്ടത്തെ നമ്മുടെ ചെറുമീൻ നമ്മുടെ ബ്രാവോടെ ഫിൻഡറിൽ അടിച്ചത് കണ്ടോ. ഫിൻഡർ അകത്തടിച്ച് കയറ്റിയിട്ടുണ്ട്. ആ ഒരു അടി കണ്ടപ്പോൾ ഞാൻ വിളിച്ച് വലുതാണ് കേട്ടോ. 1 കിലോയൊക്കെ എടുത്തോളൂ കേട്ടോ, 1 കിലോ സൈസുള്ള 1 കിലോയൊക്കെ എടുത്തോളൂ. അപ്പം നമുക്കിവനെ കൊല്ലിലോട്ട് മാറ്റാം. ഇങ്ങനെ നല്ല രീതിയിൽ അകത്തോട്ട് അവനെടുത്തിട്ടുണ്ട്. എൻ്റെ നാക്കിനകത്താണ് ചോരയൊക്കെ വരുന്നുണ്ട്. കൊച്ചുകുട്ടി നല്ല രീതിയിലെടുത്ത് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രോഗ് കണ്ടോ, ഇതിനകത്തൂടെ കയറി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ചോര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മളിത് രാവിലെ കാസ്റ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് നമുക്കൊരു ചെറുമീനെ ഉള്ളായിരുന്നു. ഒരു 1,200 ഉണ്ടായിരുന്നു കേട്ടോ. ആ ചെറുമീൻ 1,200 ഉള്ളായിരുന്നു. വേറെ മീനൊന്നും അടിച്ചില്ല. അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വേറെ സ്പോട്ടിൽ ഇപ്പോൾ പോയിട്ട് വന്നാണ്. അവിടെ നിന്ന് വേറെ ഒന്നും അടിച്ചില്ല. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വരാലൊക്കെ അടിക്കാൻ നോക്കാം. സമയം 6:45 കഴിഞ്ഞു. അപ്പം നമുക്ക് നേരെ കാസ്റ്റിങ്ങിലോട്ട് കിടക്കാം. ഞാനൊന്ന് ഫ്രോഗ് ചുമ്മാ ഒന്ന് മാറ്റി നോക്കുക. നമ്മുടെ ബ്രാവോടെ ഫിൻഡറില്ലേ, വലിയ ഫ്രോഗ്, അത് ഫിഷ് ഓൺ. അയ്യോ, എനിക്ക് സംശയം ഇത് കണ്ടോ, ഈ ഫ്രാഗ് ഇങ്ങോട്ട് കയറിയിരുന്ന ഉടക്കി അങ്ങ് പോയി. അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ മീൻ മിസ്സായേ. ഫിഷ് ഓൺ. പോയോ?
ഉയ്യോ, ഇതാണ് മച്ചാന്മാർ ലക്കെന്ന് പറയുന്നത്. ലക്ക് ലക്ക് ലക്ക്. ലക്കാ കേട്ടോ. അയ്യോ, രാവിലത്തെ വരാൽ അടിച്ചിട്ട് ഇവിടെ കരയ്ക്കെത്തിയപ്പോഴേ ഊരിപ്പോയി. ലക്കെന്ന് പറഞ്ഞാൽ ലക്കിന് കിട്ടിയ മീൻ. അത് വലിയ ഫ്രോഗ് അടിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ലക്ക് മീൻ, ലക്ക് മീൻ. പോകല്ലേ പോകല്ലേ. പോകല്ലേ പോകല്ലേ. കറക്റ്റ് സ്ട്രൈക്ക് എടുക്കാൻ പറ്റിയില്ല. അടിച്ച് ഹുക്കപ്പ് കൊടുത്തതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ഓണാക്കിയത്. ഈ നല്ലൊരു വരാലാട്ടോ. ഒരു 1/2 കിലോയൊക്കെ എടുത്തുണ്ട്. 1/2 കിലോ കൊണ്ടുള്ള സൈസ് ഒരു വരാല കേട്ടോ. ഹുക്കപ്പ് കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. മണ്ടത്തര ചേച്ചേ. കൊള്ളാം കേട്ടോ, കുഴപ്പമില്ലാത്തൊരു വരാൽ. ഫ്രോഗ് കണ്ടോ, അടിച്ച് ഇങ്ങനെ കയറി കേട്ടോ. അതുകൂടെ നമുക്ക് നല്ല രീതിയിൽ കിട്ടി. നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രോഗ്. അപ്പോൾ നമുക്കിനെ കൊല്ലിയിലോട്ട് മാറ്റാം. നമ്മളത് നിർത്തി, നമ്മൾ കയറുവാണ്. നമുക്കിന്ന് 2 വരാലെ നമുക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രാവോയുടെ ഫിൻഡറിലാണ് അടിച്ചത്. രണ്ടും കുഴപ്പമില്ലാത്ത സൈസാണ്. അറിയാമല്ലോ, ബ്രാവോയുടെ ഫിൻഡർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ ഫ്രോഗാണ്. അതിലാണ് നമുക്ക് അടിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നലെയും നമുക്കൊരു ചെറുമീനുണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് ബ്രാവോയുടെ ഫിൻഡർ തന്നെയാണ് അടിച്ചത്. അപ്പം പിന്നെ 1-2 വരടെ നമുക്ക് മിസ്സായിട്ടുണ്ട്. അതറിയാമല്ലോ, പിന്നെ വലിയ ഫ്രോഗാണ്. അപ്പം നല്ല രീതിയിൽ എടുത്താൽ മാത്രമേ മീൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ഇത്. മൊത്തത്തിൽ വലിയ ശോകമല്ലായിരുന്നു, എന്നാലും ശോകമായിരുന്നു എന്ന് പറയാം. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സ് മത്സ്യമാർക്കും ടാറ്റ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, ഒത്തിരി ലെങ്തോ കാര്യങ്ങളില്ല. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വരാലും നമുക്ക് പിടിക്കാം.